നമസ്കാരം പ്രിയമുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ. ഈ ഓൺലൈൻ പഠനം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം അറിയുന്നതിനും അതുപോലെ തന്നെ ഓൺലൈൻ റീഡിംഗ് മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ ഓൺലൈൻ റീഡിംഗ് വിലയിരുത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് മീറ്റിങ്ങുകൾ, ക്ലാസ് PTA അതുപോലെ തന്നെ PTA, ഓൺലൈൻ PTA മീറ്റിംഗ് എന്നിവ സംഘടിപ്പിക്കുന്നതിന് ഏറെ ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്, ഗൂഗിൾ മീറ്റ്. ആ ആപ്പ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകം തന്നെ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, എന്നാലും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ കുട്ടികളെ നേരിട്ട് ഇതിലൂടെ വിളിക്കുകയും അവർക്ക് വളരെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഓൺലൈൻ റീഡിങ്ങിൽ അവർക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ സൂം ആപ്പ് നിങ്ങളെല്ലാവരും ഇതിനോട് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വാട്സപ്പ് വീഡിയോ കോളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതിലേറെ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഒരു മെത്തഡാണ് ഗൂഗിൾ സ്വീകരിച്ചിട്ടുള്ളത്. വളരെ യൂസേഴ്സ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് സൂമിൻ്റെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിളായിട്ടാണ് ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതിന്. പാരൻസിനും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനും, ചിലപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ സൂമിലൊക്കെ കുറച്ചും കൂടെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നതിലേറെ എളുപ്പത്തിൽ ഇവിടെ മീറ്റിംഗ് സംഘടിപ്പിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് തിരിച്ചും ഇങ്ങോട്ട് നമുക്കൊരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാനൊക്കെ കുട്ടികളെല്ലാവരും കണ്ടുകൊണ്ട് നമുക്ക് ക്ലാസ് റൂം പോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ, എല്ലാവരുടെയും മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്കറിയാവുന്നതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൂഗിൾ മീറ്റ്. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആപ്പ് തുറന്നു വരും. അപ്പോൾ ഈ ആപ്പിൽ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് എനിക്കിവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുക, ബാക്കിയുള്ളവർക്ക് ഇൻസ്റ്റാൾ എന്നായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക അല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു 12 MB ആണ്, അല്ലെങ്കിൽ 11 MB താഴെയാണ് ഇതിൻ്റെ സ്പേസ് നമുക്ക് ഉപയോഗിക്കുന്നുള്ളൂ. തുറന്നു വരുമ്പോൾ തന്നെ ഒരു ഇമെയിൽ ID നമ്മളോട് ചോദിക്കും. ഇമെയിൽ ID എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID അതിലേക്ക് കൊടുത്താൽ മതി. മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് ഒരു ID നമുക്കുണ്ടാവും. ആ ID വെച്ചിട്ട് അതിലൂടെ നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ആ ID നമുക്ക് ഇമെയിൽ ID കൊടുക്കുന്നതിലൂടെ അത് ആൾറെഡി ജോയിൻ്റ് ആയി. വേറെ ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. നമ്മൾ ആ ഇമെയിൽ ID വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങനെ ഇതുപോലത്തെ ഒരു ഐക്കൺ ഓപ്പൺ ചെയ്ത് തരും. ഇനി നമുക്കൊരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മീറ്റിംഗ് സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ 2 ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ന്യൂ മീറ്റിങ്ങും ഒന്ന് മീറ്റിംഗ് കോഡും, പ്രസൻറ്റ് റീജോയിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ന്യൂ മീറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂ മീറ്റിംഗ് കൊടുത്തു, എന്നിട്ട് ഷെയർ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഏത് ക്ലാസ്സിലേക്കാണോ നമ്മൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റാഫ് മീറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഏത് PTA മീറ്റിംഗ് ആണോ നടത്തേണ്ടത് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലിങ്ക് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു മൈ ഗ്രൂപ്പ് എന്നുള്ളതിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്നു. എടുത്തിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തു. ഓക്കെ, ഇതിലേക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ആ ലിങ്കിലൂടെ അവർക്ക് ടച്ച് ചെയ്താൽ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതുവഴിയാണ് ഇതിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഡാറ്റയൊക്കെ കുറവ് തന്നെയാണ്, പിന്നെ വളരെ കുറവായിട്ട് തന്നെയാണ് ഡാറ്റയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വരുന്ന ലിങ്കിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് ഒരു ഐക്കൺ കാണും. അതിൽ തുറന്നാൽ ഇവിടെ എന്ത് ചെയ്യും, മീറ്റിംഗ് നടക്കുന്നുണ്ടാവും. ആ മീറ്റിംഗ് നടക്കുന്ന ആൾ എന്ത് ചെയ്യണം, ഇവിടെ ഓരോരുത്തരും കയറി വരുമ്പോൾ അതിൽ അഡ്മിറ്റ് എന്ന് കൊടുക്കണം. അഡ്മിറ്റ് എന്ന് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകളെ നമുക്ക് കാണും. ഇതിൽ ടൈം ലിമിറ്റ് സാധാരണ പോലെ സൂമിലെ പോലെ 40 മിനിറ്റ് അല്ല, അതിലേറെ 1 hour കിട്ടും. അത് കഴിഞ്ഞ് ഇവിടെ അടുത്തത് വെക്കാം. പിന്നെ ഒരുപാട് പേർക്ക് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇതിൽ കൂടുതലാണ്.
അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇതിൽ 2-3 കാര്യങ്ങളൊന്നും പറയാനുള്ളൂ. സൂമിലെല്ലാം താഴെയാണ്, പക്ഷേ ഇവിടെ നമ്മളുടെ ഈ ഫേസ് കാണുന്നിടത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻറ്ററിലെ ബട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലാവും, മീറ്റിംഗ് ക്യാൻസലാവും. ഇവിടെ നമ്മളൊരു ബട്ടൺ ഉണ്ട്, അവിടെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈക്രോഫോൺ ഓഫാണ്, പിന്നെ നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നില്ല. പിന്നെ ഇവിടെ രണ്ടാമത്തത്, ഇവിടെ വീഡിയോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫേസ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. പിന്നെ മെസ്സേജ് അയക്കാൻ പറ്റും നമുക്ക് അതാത് സമയത്ത് തന്നെ. നമുക്ക് പിന്നെ വോയിസ് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ടൈപ്പ് ചെയ്തിട്ട് എന്ത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിവിടെ എല്ലാവർക്കും വായിക്കാനും പറ്റും. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിന്നെ ആപ്പാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിതുവരെ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രൈ ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കുന്നേ ഒന്നുള്ളൂ. ടോപ്പ് ലെവലിൽ 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോ വരും. അതിൽ സ്വിച്ച് ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് നമുക്ക് കാണുന്നതിന് വേണ്ടിയാണ് സ്വിച്ച് ക്യാമറ. പിന്നെ അതുപോലെ തന്നെ പ്രസൻറ്റ് സ്ക്രീൻ, നമ്മൾ ഈ സ്ക്രീനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഒക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് നമ്മളെ സ്ക്രീന് ഷെയർ ചെയ്യാനും ഇതിൽ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പാരൻസിന് അയച്ചു കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറയുക, എന്നിട്ട് ഓൺലൈൻ റീഡിങ് മെച്ചപ്പെടുത്താം. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ പിന്നെ കണ്ടിട്ട് ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.